ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21 അധ്യായം 31 വാക്യം. ഈ രണ്ടുപേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? ഇന്ന് വിഭൂതി തിരുനാളം, നോമ്പ് ആരംഭിക്കുന്ന ദിനമാണ്. അതേപോലെ തന്നെ ഇന്ന് ഉപവാസ ദിനം കൂടിയാണ് കേട്ടോ. സാധിക്കുന്നിടത്തോളം എല്ലാവരും ഉപവസിക്കാനായിട്ട് പറ്റും. ഉപവാസം എന്ന് പറയുന്നത് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഒരു നേരം ഭക്ഷണം ഉപേക്ഷിക്കുക എന്നതല്ല, മറിച്ച് ഇന്നത്തെ ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. നോമ്പിലേക്ക് ഒരുങ്ങുകയല്ലേ. ഈ ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നെറ്റിയേല് ചാരം പൂശിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതയാത്ര ആരംഭിക്കുകയാണ്. ഈ ചാരം പൂശുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യ, നീ മണ്ണാകുന്നു. വെറും നശ്വരമായ ഈ ലോക ജീവിതത്തില് വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് ഈ നോമ്പിന്റെ ആരംഭ ദിനത്തില് നെറ്റിയേൽ ചാരം പൂശിക്കൊണ്ട് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ക്ഷണികത തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. ക്ഷണികത മനസ്സിലാക്കാത്തത് കൊണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ച് നേടാനായിട്ട് ലോകസുഖങ്ങളുടെ പിന്നാലെ ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, ഇതിൽ നിന്ന് മാറാനായിട്ട് പറ്റണം. നമ്മുടെയൊക്കെ ജീവിതം ക്ഷണികമാണ് എന്ന് തിരിച്ചറിയണം. ഈ ഭൂമിയിൽ എത്ര നാൾ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാനായിട്ട് സാധിക്കത്തില്ല. ഇത് ദൈവത്തിന്റെ സന്നിധിയില്, ദൈവത്തിന്റെ കരങ്ങളിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ക്ഷണികമായ ഈ ലോക ജീവിതത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകള് ചെയ്യാനായിട്ട് പറ്റണം. സമ്പത്ത് വാരിക്കൂട്ടുകയല്ല, മറിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ദൈവസന്നിധിയില് എനിക്ക് സ്ഥാനം കിട്ടും. അതുകൊണ്ട് ഇന്ന് നെറ്റിയേല് ചാരം പൂശുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ക്ഷണികത തിരിച്ചറിഞ്ഞുകൊണ്ട് എളിമപ്പെടുവാനായിട്ട്, ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിഞ്ഞ് ദൈവത്തില് ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ വചനത്തില് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലേ, ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? 2 മക്കളോടും പറയുന്നുണ്ട്. എന്താണത്? മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യുക. ഒന്നാമൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ പോയിക്കൊള്ളാം. രണ്ടാമനോട് പറഞ്ഞപ്പോ അവൻ എന്താ പറഞ്ഞത്? ഞാൻ പോകില്ല. പക്ഷേ ഈ രണ്ടാമൻ എന്ത് ചെയ്തു? അവൻ പറഞ്ഞതിനെ ഓർത്ത് മനസ്തപിച്ചിട്ട് പിതാവ് പറഞ്ഞത് കേട്ട് പോയി ജോലി ചെയ്തു. സ്നേഹമുള്ളവരെ, രണ്ടാമത്തെ മകനാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്. നമ്മുടെയൊക്കെ ജീവിതത്തില് ഇഷ്ടം പോലെ കുറവുകളും പോരായ്മകളും സംഭവിക്കാം. ബലഹീനതകളുണ്ട്. ഇഷ്ടം പോലെ പാപത്തിന് നമ്മൾ അടിമപ്പെട്ടു പോയേക്കാം. പക്ഷേ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് മനസ്തപിച്ച് പശ്ചാത്താപത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് ഞാൻ തിരിച്ചു നടന്നാൽ എന്റെ ദൈവം എന്നെ സ്വീകരിക്കും. ഈ ഒരു ഉറപ്പ് എന്റെ ദൈവം എനിക്ക് നൽകുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ പശ്ചാത്താപം നഷ്ടപ്പെട്ടു പോവുക, പാപബോധമില്ലാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഇന്നോളം വന്നു പോയ എല്ലാ തെറ്റുകളും ദൈവസന്നിധിയില് പൂർണ്ണമായ മനസ്താപത്തോടെ പശ്ചാത്താപത്തോടെ ഏറ്റുപറയുവാനായിട്ട്, പാപമോചനം നേടി ഈശോയ്ക്ക് പ്രിയപ്പെട്ട മകനായിട്ട്, അവന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന മകനായിട്ട് ഈ ഭൂമിയിൽ എളിമപ്പെട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.